യുഎഇയിൽ പെട്രോൾ ഡീസൽ വില വീണ്ടും കുറയുന്നു. പെട്രോളിന് 6%, ഡീസലിന് 12%മാണ് കുറഞ്ഞത്. പുതിയ വില ജനുവരി 1-ന് നിലവിൽ വരും. തുടർച്ചയായ 5ാമത്തെ മാസമാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയുന്നത്. രാജ്യാന്തര തലത്തിലെ എണ്ണവില വിശകലനം ചെയ്ത ശേഷം ഓരോ മാസവും 28-ന് ഇന്ധന സമിതി യോഗം ചേർന്നാണ് പിറ്റേ മാസത്തെ വില തീരുമാനിക്കുക. പുതുവർഷപ്പിറവിയെ ആഘോഷമാക്കാൻ വരവേൽക്കാൻ ദുബായിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ദുബായിൽ പുതുവർഷം ആഘോഷിക്കാൻ വൻതോതിൽ ജനം എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. പുതുവത്സര ആഘോഷങ്ങൾക്ക് പകിട്ട് പകരാൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയും ദുബായിലെത്തും. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന നൃത്ത സംഗീത പരിപാടിയിലാണ് മമ്മൂട്ടി പങ്കെടുക്കുക. എല്ലാ വർഷത്തെയും ബുർജ് ഖലീഫ, ബുർജുൽ അറബ്, ജുമൈറ ബീച്ച് റെസിഡൻസ് എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും ദുബായിയുടെ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ. ബുർജ് ഖലീഫ പരിസരത്ത് അരമണിക്കൂർ നീളുന്ന കരിമരുന്ന് പ്രയോഗത്തിലൂടെയായിരിക്കും 2016-നെ വരവേൽക്കുക. വെടിക്കെട്ട് കാണാൻ 10 ലക്ഷത്തിലേറെ പേരെയാണ് ദുബായ് ടൂറിസം പ്രതീക്ഷിക്കുന്നത്. ദുബായിയുടെ പ്രചോദനാത്മക മുഖങ്ങൾ അനാവരണം ചെയ്യുന്നതായിരിക്കും കരിമരുന്ന് പ്രയോഗമെന്ന് സംഘാടകർ അറിയിച്ചു. ഭാവി ദുബായിയും പോയ വർഷത്തെ ദുബായിയുടെ നേട്ടങ്ങളും വെളിച്ചവും വാനിൽ പുനരവതരിക്കും. ബുർജ് പാർക്കിൽ നിന്ന് ആകാശക്കാഴ്ച സന്ദർശകർക്ക് കാണാനാകും. മുഹമ്മദ് ബിൻ റാഷിദ് ബുലേവാർഡിൽ നിന്നും സൗജന്യമായി കാഴ്ചകൾ കാണാം. ജുമൈറയിലെ ബർജുൽ അറബ് ഹോട്ടലും തീരവും വർണ്ണപ്രഭയിൽ കുളിക്കും. രാത്രി 12:09-നാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുക. വാരാന്ത്യമായ വ്യാഴാഴ്ചയാണ് ആഘോഷ പരിപാടികൾ എന്നതിനാൽ ഇത്തവണ തിരക്ക് നിയന്ത്രണാതീതമാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് തയ്യാറെടുപ്പുകൾ. തിരക്ക് നിയന്ത്രിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലെ പുതുവത്സരാഘോഷത്തിന് പകിട്ട് നൽകാൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും ദുബായിലെത്തും. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന നൃത്ത സംഗീത പരിപാടിയിലാണ് മമ്മൂട്ടി പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, ദുബായ്. സൗദിയിൽ എണ്ണവില വർധനയിലൂടെ 16.2 മില്യൺ റിയാലിന്റെ വരുമാനമുണ്ടാകും. വില വർദ്ധിപ്പിച്ചതുമൂലം നിത്യോപയോഗ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില നിലവാരം ഉയരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പെട്രോൾ ഡീസൽ വില വർധനയിലൂടെ രാജ്യത്തിന് 16.2 ദശലക്ഷം റിയാലിന്റെ വരുമാനമുണ്ടാവുമെന്ന് കണക്കാക്കുന്നു. ഇവ രണ്ടിനുമുള്ള സബ്സിഡി നിർത്തലാക്കുക വഴി ദിവസവും 26.3 ദശലക്ഷം റിയാലിന്റെ വർധനയുണ്ടാകും. സൗദി അറേബ്യയിൽ ദിവസത്തിൽ ശരാശരി 528.3 ബാരൽ എണ്ണ ആഭ്യന്തര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. വാഹനങ്ങൾക്ക് പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നു. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ ഉപയോഗങ്ങളിൽ 59% വാഹനങ്ങൾക്കും 41% വ്യവസായങ്ങൾക്കും വേണ്ടിയാണ്. ഓക്ടൈൻ 91 ഇനത്തിൽപ്പെടുന്ന പെട്രോളിന് 45 ഹലാലയിൽ നിന്നും 75 ഹലാലയും, ഓക്ടൈൻ 95 ഇനത്തിൽപ്പെടുന്ന പെട്രോളിന് ലിറ്ററിന് 60 ഹലാലയിൽ നിന്നും 90 ഹലാലയാണ് വർദ്ധിപ്പിച്ചത്. ഡീസലിന് 25 ഹലാലയായിരുന്നത് 45 ഹലാലയായാണ് ഉയർത്തിയത്. വ്യവസായ ആവശ്യത്തിന് നൽകുന്ന ഡീസൽ വില ബാരലിന് 34.2 റിയാലിൽ നിന്നും 52.9 റിയാലായി ഉയർത്തി. വൈദ്യുതി ചാർജിലും വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് വില വർധനവില്ലെങ്കിലും 4001 മുതൽ 5000 കിലോവാട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു യൂണിറ്റിന് 12 ഹലാലയിൽ നിന്നും 20 ഹലാലയായി ഉയർത്തി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ചാർജ് 33% ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ 23%, കാർഷിക ആവശ്യത്തിനുള്ള ചെറിയ സ്ലാബിൽ 100%, 4000 മുതൽ 5000 വരെയുള്ള സ്ലാബിന് 20%, 8001 മുതൽ സ്ലാബിന് 33% വർധനവ് ഏർപ്പെടുത്തി. സൗദിയിൽ എണ്ണയ്ക്കും വൈദ്യുതിക്കും നൽകി വന്നിരുന്ന സബ്സിഡി പിൻവലിച്ചതാണ് വിലവർധനയ്ക്ക് കാരണമായത്. വാണിജ്യ വ്യവസായ കാർഷിക മേഖലയ്ക്കുള്ള വൈദ്യുതിക്കും എണ്ണയ്ക്കും വില വർദ്ധിച്ചതോടെ സൗദിയിൽ വിവിധ വസ്തുക്കൾക്കും സേവനങ്ങൾക്കും വില വർദ്ധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. മസ്തിഷ്കാഘാതം സംഭവിച്ച മലയാളി അവയവം ദാനം ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പ് നടുവില സ്വദേശി നാരായണൻ പയ്യന്റെ കിഡ്നിയും ലിവറുമാണ് ദാനം ചെയ്തത്. അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ദമാം നവോദയ അറിയിച്ചു. രക്തസമ്മർദ്ദം മൂലം ദമാമിലെ മുവാസാത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന മലയാളി മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അവയവം ദാനം ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി ദമാമിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് നടുവിക സ്വദേശി നാരായണൻ പയ്യനാണ് കിഡ്നിയും ലിവറും ദാനം ചെയ്തത്. രക്തസമ്മർദ്ദത്തെ തുടർന്ന് തളർന്നു വീണ നാരായണനെ നവംബർ അവസാന വാരമാണ് ദമാം മുവാസത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ നാരായണന്റെ കുടുംബവുമായി നവോദയ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം രവി പാട്യ, ഗത്തീഫ് ഏരിയ
വെൽഫെയർ കൺവീനർ രാജൻ, സുരേന്ദ്രൻ, ബാബു എന്നിവർ ബന്ധപ്പെടുകയും തുടർന്നാണ് കുടുംബം കിഡ്നിയും ലിവറും ദാനം ചെയ്യാൻ തയ്യാറായത്. ആരോഗ്യ മന്ത്രാലയത്തിലെ മലയാളി ഉദ്യോഗസ്ഥൻ ഷാജിയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അന്തരിച്ച നാരായണന്റെ ഭാര്യ അനിത, അക്ഷയ, ആശലയ എന്നിവർ മക്കളാണ്. അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നവോദയ തീരുമാനിച്ചതായി വെൽഫെയർ ചെയർമാൻ EM കബീർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. UAE ആതിഥ്യമരുളുന്ന വേൾഡ് എക്സ്പോ 2020 പ്രചാരണം നൽകുന്നതിനായി അംബാസഡർഷിപ്പ് പരിപാടി സംഘടിപ്പിക്കും. പ്രാധാന്യമർഹിക്കുന്നതും വിശാലതയുള്ളതുമായ തീമാണ് ദുബായ് വേൾഡ് എക്സ്പോ 2020-ന്റേതെന്ന് UAE സഹമന്ത്രിയും എക്സ്പോ ഉന്നതാധികാര സമിതി MD-യുമായ റിഅൽ ഹാഷിമി വ്യക്തമാക്കി. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്ക, ജോലിയെക്കുറിച്ചുള്ള ആശങ്ക, വിദ്യാഭ്യാസം, ഭാവി തുടങ്ങിയവയെല്ലാം ദുബായ് എക്സ്പോ തീമിന്റെ ഭാഗമാകുമെന്ന് അധികൃതർ അറിയിച്ചു. 2020 ഒക്ടോബർ 20-നാണ് 6 മാസം നീളുന്ന ദുബായ് വേൾഡ് എക്സ്പോ 2020 തുടക്കമാകുക. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വൈവിധ്യമാർന്ന പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ഡെപ്യൂട്ടി കൗൺസിലർ ജനറൽ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് YM റഹീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലങ്കര വികാരി ഫാദർ ഗ്രിഗസ് ഗോസ് യോഹന്നാൻ മാർ ദിമാറിയോസ് ക്രിസ്മസ് സന്ദേശം നൽകി. നടൻ കൊല്ലം തുളസി ആശംസ അർപ്പിച്ചു. റിയാദിൽ ജില്ലാ സർഗവേദി സർഗസംവാദം സംഘടിപ്പിച്ചു. മരുമരങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ V മുസാഫർ അഹമ്മദ് ഫോണിലൂടെ ഉദ്ഘാടനം ചെയ്തു. സർഗസംവാദത്തിനും ജോസഫ് അതിരുങ്കൽ നേതൃത്വം നൽകി. ഇക്ബാൽ കൊടുങ്ങല്ലൂർ, M ഫൈസൽ, നിജാസ് ബീന, അനിത നസീം, ഷംല ചീനിക്കൽ, പ്രിയ സന്തോഷ്, TR സുബ്രഹ്മണ്യൻ, റസൂൽ സലാം, ജബീർ അലി എന്നിവർ സംസാരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് കുറച്ച് സാധാരണക്കാരായ പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യുന്ന യാത്രക്കാർ ഇന്നേവരെ ഇല്ലാത്ത ഉയർന്ന നിരക്കാണ് നൽകേണ്ടി വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്കിൽ വരുത്തിയ വർധനവ് കാരണം മറ്റ് വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് കാണിച്ച് ജനപ്രതിനിധികൾക്കും അധികാരികൾക്കും കലാ കുവൈത്ത് ഭാരവാഹികൾ സന്ദേശമയച്ചു. അറാറിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട പാലക്കാട് നേരുവത്തി സ്വദേശി ഹനീഫ അബ്ദുറഹ്മാന്റെ മൃതദേഹം കള്ളിക്കാട് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. 23 വർഷമായി അറാറിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. അറാറിലെ മസ്ജിദ് മുനിഫിൽ വെച്ച് നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ അറാർ പ്രവാസി സംഘം, മലയാളി സമാജം, KMCC, തനിമ തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികളും പ്രവർത്തകരും ഹനീഫയുടെ അറാറിലെ സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിന് അറാർ പ്രവാസി സംഘം രക്ഷാധികാരി സമിതി അംഗം ബക്കർ കരിമ്പയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. ഖുർആൻ മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അത്ഭുത ഗ്രന്ഥമാണെന്നും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും സമൂഹം തയ്യാറാകണമെന്നും ഹായിൽ ദവാ സെന്റർ മലയാള വിഭാഗം പ്രബോധകനായ അബ്ദുൽ സലാം മദിനി ഉപദേശിച്ചു. ഖുർആൻ ഹദീദ് ലേണിംഗ് സ്കൂൾ ഫെബ്രുവരിയിൽ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം ദമാം ഇന്ത്യൻ ഇസ്ലാഹിം സെന്റർ സംഘടിപ്പിച്ച ഖുർആൻ മനുഷ്യ നന്മയ്ക്ക് കാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദമാം ഇന്ത്യൻ ഇസ്ലാഹിം സെന്റർ പ്രസിഡന്റ് BB അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. OICC യൂത്ത് വിംഗ് ദമാം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിലും പ്രവാസ ലോകത്തും ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി കരുതൽ ഒപ്പം നടക്കാം എന്ന ഒരു കൈ സഹായിക്കാം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ലോഗോ അൽഖോബാറിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവും മുൻ ഇടുക്കി MP-യുമായ PT തോമസ് പ്രകാശനം ചെയ്തു. യൂത്ത് വിംഗ് ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് നബീൽ നെയ്ത്തുല്ലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BM നബീബ്, ബിജു കല്ലുമല, അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ, BA നൈസാം എന്നിവർ സംബന്ധിച്ചു. ദമാമിലെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ നാസ് വക്കത്തെ ഗലിദിയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ വെച്ച് ആദരിച്ചു. 1.5 ദശകത്തോളമായി ദമാമിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം മറവു ചെയ്യുന്നതിനും നാട്ടിൽ എത്തിക്കുന്നതിനും പ്രവർത്തിക്കുന്ന നാസ് വക്കം
നാടുകടത്തൽ കേന്ദ്രത്തിലടക്കം നിരവധി പേർക്കാണ് സഹായം നൽകി വരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം സൗദി കിഴക്കൻ പ്രവിശ്യകൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് മെമന്റോ സമ്മാനിച്ചുകൊണ്ട് ക്ലബ്ബ് സംഘാടകർ പറഞ്ഞു. മൻസൂർ മങ്കട, അഷറഫ് അലി, സാബിദ് പാവറട്ടി എന്നിവർ ചേർന്നാണ് മൊമന്റോ സമ്മാനിച്ചത്. 8 മാസമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ ദുരിത ജീവിതം നയിച്ച കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അനസിന് അൽ ഖുറൈത്ത് പ്രവാസി സംഘം വിമാന ടിക്കറ്റ് നൽകി സഹായിച്ചു. അൽ ഖുറൈത്ത് പ്രവാസി സംഘം പ്രസിഡന്റ് ഷിജു, സെക്രട്ടറി റിയാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓവർസീയേഴ്സ് ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസ് ദമാം റീജിയണൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ 3ാമത് വാർഷികാഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് അൽഖോബാറിൽ നടക്കും. വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന കുടുംബസംഗമത്തിൽ പത്തനംതിട്ട DCC പ്രസിഡന്റ് പി മോഹൻ രാജ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ദമാമിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ ഇസാം ഖബ്ബാനി ആൻഡ് പാർട്ട്നേഴ്സ് കമ്പനിയിലെ മലയാളികളുടെ കൂട്ടായ്മയായ ഇസാം ഖബ്ബാനി മലയാളി അസോസിയേഷൻ 6ാം വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചു. ആന്റണി തോമസ് പ്രസിഡന്റായും മുഹമ്മദ് തസീസ് സെക്രട്ടറിയായും രാകേഷ് കുര്യാക്കോസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹ്യ സേവന സംരംഭമായ സ്കിഫിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഓരോ വർഷവും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നിർധരരായ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. തൃശൂർ പെരുമ്പിലാവ് അൻസാർ കാമ്പയിൽ വെച്ച് നടന്ന ഈ വർഷത്തെ മീറ്റ് SIO സംസ്ഥാന പ്രസിഡന്റ് നഹാസ് മാള ഉദ്ഘാടനം ചെയ്തു. സ്കിഫ് എക്സിക്യൂട്ടീവ് അംഗം CP മുസ്തഫ, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം BT അബ്ദുള്ളക്കോയ തങ്ങൾ, സലീം മമ്പാട്, SIO സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചു. മദ്യനയം ചോദ്യം ചെയ്ത് ബാറുടമകൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. 5 നക്ഷത്ര ഹോട്ടലുകൾ മാത്രം തുറക്കാൻ അനുമതി നൽകി. മദ്യനയത്തിൽ പൂർണ്ണമായ അധികാരം സർക്കാരിന് നൽകിയ കോടതി വിധി പ്രസ്താവം 2 വാചകത്തിൽ അവസാനിപ്പിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവർ ബാർ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. 730 ബാറുകൾ ഇനി തുറക്കില്ല. ബാർ പൂട്ടിയതിനെതിരെ ഹോട്ടലുടമകൾ നൽകിയ ഹർജികളെല്ലാം സുപ്രീം കോടതി തള്ളി. മദ്യ ഉപഭോഗവും വിൽപ്പനയും നിയന്ത്രിക്കാൻ ഭരണഘടനയുടെ 47ാം അനുച്ഛേദം സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുന്നുണ്ടെന്ന കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. 5 നക്ഷത്ര ഹോട്ടലുകൾ ഒഴികെ ബാക്കിയുള്ളവയുടെ ബാർ ലൈസൻസ് റദ്ദാക്കിയതിലൂടെ സംസ്ഥാന സർക്കാർ വിവേചനം കാട്ടിയെന്ന ബാറുടമകളുടെ വാദം ജസ്റ്റിസുമാരായ വിക്രംജിത്ത് സെൻ, ശിവകീർത്തി സിംഗ് എന്നിവർ തള്ളി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്നത് പരിഗണിക്കുമെന്ന് വിധി കേട്ട ശേഷം ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. അതോടൊപ്പം മദ്യനയം തിരുത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീനിയർ ലോയറുമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. ഗവൺമെന്റിന് ഇത് പുനർചിന്തനം നടത്താം. കാര്യം ഇതിനു മുൻപേ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി നൽകുക മാത്രമാണ് ഹോട്ടലുടമകൾക്ക് മുമ്പിലുള്ള ഏക നിയമപരമായ പോംവഴി. ജസ്റ്റിസുമാരുടെ ചേംബറിൽ പരിഗണിക്കുന്ന പുനഃപരിശോധനാ ഹർജികളിൽ അനുകൂല തീരുമാനം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അതേസമയം ബാർ പൂട്ടിയതിലൂടെ തൊഴിൽ നഷ്ടമായ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തൊഴിലാളികൾക്ക് ഉചിതമായ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചതോടെ ഇനി സംസ്ഥാനത്ത് 5 നക്ഷത്ര ബാറുകൾ മാത്രമേ പ്രവർത്തിക്കൂ. സർക്കാർ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിലുള്ള നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ബാർ ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നയം തിരുത്തുന്നതിനായി സർക്കാരിൽ സ്വാധീനം ചെലുത്തുമെന്നും ഹോട്ടൽ ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. സുപ്രീം കോടതി വിധി ബാറുടമകൾക്ക് എതിരായ പശ്ചാത്തലത്തിൽ UDF-ന് എതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് ബാറുടമകൾ. ബാർക്കോഴ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള അവസരമാണിതെന്നും എലഗന്റ് ഹോട്ടൽ ഉടമ ബിനോയ് പീപ്പിൾ TVയോട് പറഞ്ഞു. സർക്കാരിന്റെ കള്ളക്കളി കോടതി വിധിയോടെ പൊളിഞ്ഞുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറച്ചു ബാറുകൾ തുറക്കുന്നതും കള്ളക്കളിയുടെ ഭാഗമെന്ന് കോടിയേരി. അതേസമയം സർക്കാരിന് ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. UDF-നോട് ബാറുടമകളുടെ വിരട്ടൽ വേണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരന്റെ മുന്നറിയിപ്പ്. കോടതി വിധി സർക്കാർ നയത്തിനുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു.
ക്ഷേമ പെൻഷനുകൾ ചെക്കുകൾ ആക്കി പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചെന്നൈ വെള്ളപ്പൊക്കത്തിൽ സർട്ടിഫിക്കറ്റ് നഷ്ടമായവർക്ക് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി സർട്ടിഫിക്കറ്റ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൊല്ലം കോട്ടപ്പുറം ജലപാതയ്ക്ക് 150 കോടി രൂപ അനുവദിച്ചു. കൊൽക്കത്തയിൽ ചേരുന്ന CPIM സംഘടനാ പ്ലീനത്തിൽ പ്രമേയത്തിലും റിപ്പോർട്ടിന്മേലുമുള്ള പ്രതിനിധി ചർച്ച നാളെ പൂർത്തിയാകും. രണ്ടാം ദിന പ്രതിനിധി ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള TN സീമ പങ്കെടുത്തു. ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾ ക്രിയാത്മകമാണെന്നും കൂടുതൽ യുവജനങ്ങളെ പാർട്ടിയിലേക്കും നേതൃത്വത്തിലേക്കും എത്തിക്കുമെന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി കാണുമെന്നും PB അംഗം മുഹമ്മദ് സലീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിലും PB അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെയും ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക പരിശോധനയാണ് പ്രതിനിധികൾ നടത്തുന്നത്. ബഹുജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കൂടുതൽ യുവാക്കളെയും വനിതകളെയും പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുക, പാർട്ടി അംഗങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ യുവജനങ്ങളെ പാർട്ടിയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഗൗരവമായി കാണുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. We have to focus in bringing in younger people, and not only in recruitment but also in developing them into cadres and leaders, promoting them into the leaders, and it's a part of the rejuvenation and renewal of the party organization also as a whole by inducting young people. മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികം രാജ്യവ്യാപകമായി വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിക്കണമെന്ന പ്രത്യേക പ്രമേയം PB അംഗം MA ബേബി അവതരിപ്പിച്ചു. വർഗീയവും പിന്തിരിപ്പനുമായ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ അധ്വാനവർഗ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനുള്ള അവസരമായി ഒക്ടോബർ വിപ്ലവത്തിന്റെ വാർഷിക വർഷത്തെ മാറ്റണമെന്നാണ് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെ വളരെ വിശദമായി തന്നെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ ഇടപെടലുകളെയും ഇഴകീറി പരിശോധിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചകൾ പാർട്ടിയുടെ സംഘടനാപരമായ ശക്തിപ്പെടലിന് ക്രിയാത്മക പിന്തുണ നൽകുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം സോണിയാഗാന്ധിയെ അറിയിക്കാനാണ് ലീഗിൽ ധാരണ. നാളെ കോട്ടയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഗ്രൂപ്പ് വഴക്കിലെ അതൃപ്തി അറിയിക്കും. ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് മറ്റ് ഘടകകക്ഷികളും ആവശ്യപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് കേരള കോൺഗ്രസും ലീഗും ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിലെ അമർഷം നാളെ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിക്കാനാണ് ലീഗ് നേതൃത്വത്തിലെ ധാരണ. ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് ഇക്കാര്യം ഉന്നയിച്ചില്ല. സംസ്ഥാന നേതൃത്വത്തോട് ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ലീഗിന്റെ അഭിപ്രായം. സ്വാഭാവികം അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അല്ല, ആ കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബാർ കേസിൽ ഇരട്ട നീതിയിലെ പ്രതിഷേധം വ്യക്തമാക്കിയായിരുന്നു മാണി ഗ്രൂപ്പിന്റെ ചർച്ച. ഘടകകക്ഷികളോട് നീതിപൂർവമായ സമീപനമല്ല കോൺഗ്രസിനുള്ളതെന്ന് മാണി വിഭാഗം ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞു. ആക്ഷേപങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു PP തങ്കച്ചന്റെ മറുപടി. പൊതുവെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അതൃപ്തിയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസിൻ്റെ അകത്ത് മാത്രമല്ല, മൊത്തത്തിലുള്ള അതൃപ്തിയിൽ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചത്. ഉഭയകക്ഷി ചർച്ച കൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് JDU. മറ്റന്നാളാണ് JDUവുമായി ചർച്ച. JDU ഒഴികെയുള്ള കക്ഷികളുമായി വൈകിട്ട് ഉഭയകക്ഷി ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ജനുവരി 1 മുതൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെഫ്കയുടെ വേതന വർധനവ് അനുവദിക്കാനാവില്ലെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. സാങ്കേതിക പ്രവർത്തകർക്ക് 33% വേതനം വർദ്ധിപ്പിച്ച് നൽകണമെന്ന ഫെഫ്കയുടെ ആവശ്യമാണ് നിർമ്മാതാക്കളുടെ സംഘടന തള്ളിയത്. ഏകപക്ഷീയമായ വർധനവ് അംഗീകരിക്കാനാകില്ല. 10ഓളം നിർമ്മാതാക്കളിൽ നിന്ന് സാങ്കേതിക പ്രവർത്തകർ അമിത കൂലി വാങ്ങിയിട്ടുണ്ടെന്നും ഇത് തിരികെ നൽകാത്ത പക്ഷം ജനുവരി മുതൽ മലയാള സിനിമാ നിർമ്മാണം നിർത്തിവെക്കുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ. ചർച്ചകൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 33% എന്നുള്ള ഒരു ശതമാനം അവർ കട്ട് ചെയ്തുകൊണ്ട് അതിന് ആ പൈസ തിരിച്ച് പ്രൊഡ്യൂസറിന് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ചർച്ചയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഇന്നത്തെ നമ്മുടെ ജനറൽ ബോഡിയുടെ ഡിസിഷൻ. അതേസമയം വേതന വർധനവെന്ന ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് ഫെഫ്കയും വ്യക്തമാക്കി. ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ലോകത്തുള്ള ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു നിലപാട് മുതൽ മുടക്കുന്ന ആളുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു കാരണവശാലും ഫെഫ്ക തയ്യാറല്ല എന്ന് നിങ്ങളെ അറിയിക്കുക. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കി നൽകാതെ 3 വർഷമായി സാങ്കേതിക പ്രവർത്തകരെ നിർമ്മാതാക്കൾ ചൂഷണം ചെയ്യുകയാണെന്നും ഫെഫ്ക ആരോപിച്ചു.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശത്രുവെന്ന് കരുതുന്നവരെ ഇല്ലാതാക്കാൻ സംഘപരിവാർ ഏതറ്റം വരെ പോകുമെന്ന് പിണറായി വിജയൻ. അഖ്ലഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ആട്ടിറച്ചിയാണെന്ന് നേരത്തെ വെളിവായതാണെന്നും ഇക്കാര്യം കൊലയാളിയോട് പറഞ്ഞതായിരുന്നുവെന്നും പിണറായി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായിയുടെ പ്രതികരണം. PG ബെഞ്ചമിൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള അവാർഡ് വിതരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണവും പ്രശസ്തിപത്ര വിതരണവും നടന്നു. മുൻ കേന്ദ്രമന്ത്രി KV തോമസ് MP-യാണ് ആർത്തുങ്കരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ജോർജ് ബെഞ്ചമിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ PB ജോക്കിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സണ്ണി സിൽക്സ് അങ്കമാലിയും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സണ്ണി സിൽക്സ് ജനറൽ മാനേജർ VP പീറ്റർ ഫ്ളാഗ് ഏറ്റുവാങ്ങി. സണ്ണി സിൽക്സ് ബിസിനസ് ഹെഡ് മധു കൃഷ്ണയും പരിപാടിയിൽ പങ്കെടുത്തു. പ്രത്യേകം സജ്ജീകരിച്ച വാഹനം വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടച്ചതോടെ ശബരിമല വിജനമായി. മേൽശാന്തിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏതാനും ദേവസ്വം ബോർഡ് ജീവനക്കാരും മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ നട തുറക്കാനുള്ള ഒരുക്കത്തിലാണ് സന്നിധാനം. തീർത്ഥാടക പ്രവാഹത്തിന്റെ 41 ദിനങ്ങൾക്ക് മണ്ഡലപൂജയോടെ അവസാനമായപ്പോൾ ശബരിമല വിജനമാണ്. മകരവിളക്ക് മഹോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ സന്നിധാനം. കഴിഞ്ഞ ദിവസം വരെ തീർത്ഥാടക ലക്ഷങ്ങൾ നിറഞ്ഞിരുന്ന ഇടങ്ങൾ ഇന്ന് ശൂന്യമാണ്. മണ്ഡലകാലത്തെ തിരക്കേറിയ ദിനങ്ങൾക്കു ശേഷം ശബരിമലയ്ക്ക് ഇത് വിശ്രമവേള. അയ്യപ്പ സന്നിധിയിലെ പൂജാകർമ്മങ്ങൾക്കൊടുവിൽ നിത്യേന അല്പസമയം മാത്രം ഉറങ്ങിയിരുന്ന മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിക്ക് ഈ ദിനങ്ങൾ പൂർണ്ണ വിശ്രമത്തിൻ്റെതാണ്. ഇന്നത്തെ ദിവസങ്ങൾ ശരിക്കും ഉറങ്ങി, ലാവിഷായിട്ട് ഉറങ്ങി. എന്നാൽ സന്നിധാനത്തെ ആശുപത്രിയിൽ കർമ്മനിരതരായിരുന്ന ജീവനക്കാർക്ക് ഇത് മടുപ്പുളവാക്കുന്ന ദിനങ്ങളാണ്. 2 ദിവസം ആരും ഇല്ലാതുകൊണ്ട് ശരിക്കും ഒരു ബോറടി തന്നെയാണ്. അതേസമയം ഭക്തരെറിയുന്ന നെയ്പുരണ്ട നാളികേരങ്ങളാൽ സദാ അഗ്നി ജ്വലിച്ചിരുന്ന ആഴി അണഞ്ഞപ്പോൾ ചാരം മാറ്റുന്ന തിരക്കിലാണ് ചിലർ. നട തുറക്കും മുമ്പേ പരമാവധി ചരക്കെത്തിക്കാൻ നെട്ടോട്ടത്തിലാണ് ട്രാക്ടറുകൾ. അറ്റകുറ്റപ്പണികളിൽ മുഴുകി വിവിധ വിഭാഗം ജീവനക്കാർ. ഒപ്പം പതിവ് ചുമതലകളിൽ ദ്രുതകർമ്മസേനാംഗങ്ങളും പോലീസുകാരും. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ നട തുറക്കുമ്പോൾ തീർത്ഥാടകരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശബരിമല.